എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെതായ ഒരു സ്വാതന്ത്ര്യം, ഒരു സ്പേസ് ഉണ്ട്. തുടർന്ന് വരുന്ന ഇത്രയും കാലത്തിൽ നമ്മൾ എപ്പോഴും പുരുഷാധിപത്യ സമൂഹമാണ്. കൂടുതൽ സ്ത്രീകൾ സെൻറ്റേർഡ് ആകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആ സമൂഹത്തിൻ്റെ നേർചിത്രം തന്നെയാണ് സൈബർ ഇടങ്ങളിലും കാണുന്നത്. എന്തും കൊണ്ട് തള്ളാവുന്ന ഒരിടമായി ഈ സൈബർ ഇടം അല്ലെങ്കിൽ സൈബർ വേദികൾ മാറുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഇത്തരം സൈബർ അറ്റാക്കിന് കാരണമായി തീരുന്നു. സാമ്പത്തികമായി കൂടി നേട്ടമുണ്ടാക്കുന്ന ഒരു മേഖലയാണല്ലോ സമൂഹ മാധ്യമങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കമൻസ് കൂടുതൽ എത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുന്നു എന്ന്. നമസ്കാരം. മൊബൈൽ ഫോണിൻ്റെയും സമൂഹ മാധ്യമങ്ങളുടെയും ഒക്കെ അനന്ത സാധ്യതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അതിൻ്റെ നല്ല വശങ്ങൾക്കപ്പുറം ശത്രുവായി തോന്നുന്നവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സൈബർ ഇടങ്ങളിൽ ക്രൂരമായി അപമാനിക്കാനും ആക്രമിക്കാനുമാണ് പലരും ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും ഇരട്ടിയാകുന്നത് ആശങ്കാജനകമായ വിവരമാണ്. സൈബർ ആക്രമണങ്ങളിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും ചെറുതല്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തെ കരുതലോടെ പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്നും അതിനെ പേടിച്ചോടരുതെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയമാണെന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. സ്വപ്ന, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ ക്രൂരമായി അധിക്ഷേപം നേരിടുന്ന, അല്ലെങ്കിൽ ലൈംഗികമായി തന്നെ വളരെയധികം അധിക്ഷേപിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ ഓരോ ദിവസവും നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നടിമാരുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ഉള്ള സ്ത്രീകളെ, അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതൊക്കെ അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും ലൈംഗിക ചുവയോടുകൂടിയുള്ള ഭാഷയിൽ എടുക്കുന്ന ഒരു രീതിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കൂടുതലായി കാണുന്നത്. നമ്മൾ ഈ സാക്ഷരതയിൽ, ഡിജിറ്റൽ സാക്ഷരതയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കൂടി അതിനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇതിന് ഒരു ആദ്യത്തെ ഒരു ലൈൻ എന്ന് രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ഒരു കൈകൊണ്ട് രണ്ട് തല്ല് തല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ വടി കൊണ്ട് രണ്ട് അടി അടിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേദന ഒരുപക്ഷെ മാഞ്ഞു പോകും, അല്ലെങ്കിൽ ആ പാടങ്ങ് മാഞ്ഞു പോകും. പക്ഷേ ഒരു വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ അക്ഷരങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ആ പ്രഹരം അത് ഒരിക്കലും മാഞ്ഞു പോകില്ല. കാലാകാലം അത് ആരാണോ അപമാനിതനാകുന്നത് അല്ലെങ്കിൽ ആ ഒരു അടി പ്രഹരം ഏറ്റുവാങ്ങുന്നത് അവരുടെ ഉള്ളിൽ തന്നെ കിടക്കുമെന്ന ആ ഒരു ബേസിക് പ്രിൻസിപ്പിളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ സൈബർ ഇടങ്ങളിലും പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നവർ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പൊതു ഇടത്ത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൂടുന്ന ഒരിടം, സൈബർ ഇടം പോലൊരിടം, അവിടെ വെച്ച് പറയുന്നത് നാലാൾ കൂടുതൽ കേൾക്കുന്നു. പക്ഷേ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ രണ്ടുപേർ തമ്മിൽ പറഞ്ഞ് അവിടെ അങ്ങ് തീരുവാണ്, അല്ലെങ്കിൽ അടി കൊടുത്ത് തീരുവാണ്. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത്തരം തുറസായ സൈബർ ഇടങ്ങളിൽ, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നടത്തുന്ന വാക്കുകൾ അല്ലെങ്കിൽ അത്തരം പ്രഹരങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ കാലാകാലം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കൊക്കെ ഇതുകൊണ്ടെത്തിക്കുന്നു. ആർക്കാണോ ഈ പ്രഹരം ഏൽക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ ഈ പ്രഹരം ഏൽപ്പിക്കുന്നത് അവരെ പരമാവധി അങ്ങ് അടച്ചാക്ഷേപിച്ച് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുന്നു. അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തി, പ്രത്യേകതരം ഒരു വൈകാരിക മനോഭാവം, ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കും ഇത്തരത്തിൽ ബേസിക്കായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു കാരണമായി മനുഷ്യൻ ഈ സൈബർ ഇടങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ സൈബർ ഇടം എന്ന് പറയുമ്പോൾ സാങ്കേതികവിദ്യ ഒരുപാട് മുന്നേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായി ആളുകൾ സൈബർ ഇടങ്ങളിൽ എത്തുന്നു. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കൂടുതലായി ഇത്തരം സൈബർ ഇടങ്ങളിൽ എത്തുന്നു. അവരുടെ തൊഴിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വിനോദ ഉപാധികൾക്കായിട്ടായിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും ഒരുപാട് ഇടങ്ങളിൽ അവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇത്തരം സൈബർ ഇടങ്ങൾ, ഓൺലൈൻ മീഡിയാസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ, കൂടുതലായിട്ട് ആളുകൾ എത്തുമ്പോൾ കൂടുതൽ ആളുകളെ കിട്ടുകയാണ്, കൂടുതൽ നമുക്ക് ഇത് കാണാനുള്ള പ്രേക്ഷകർ കിട്ടുകയാണ്, ഒരാളെ ആക്ഷേപിക്കാൻ. അത് നല്ലൊരിടമായി ഇത്തരത്തിലുള്ള ആളുകൾ, പോരാളികൾ കാണുന്നു. അത് പ്രത്യേകിച്ചും അഖില പറഞ്ഞതുപോലെ കുറച്ച് ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും, അത് സ്ത്രീകൾ കൂടിയാണെങ്കിൽ നമ്മളത് എടുത്ത് പറയേണ്ട ഒരു എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾ സെൻറ്റേർഡ് ആകുന്നത് എന്തുകൊണ്ടാണെന്നാണ് അഖിലയ്ക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വലിയ പ്രതികരണങ്ങൾ ഇവരിൽ നിന്നും ഉണ്ടാകില്ലായിരിക്കാം എന്ന് കരുതിയാവാം. അല്ലെങ്കിൽ സ്ത്രീകളെ പറയാൻ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മൾ ഈ തുടർന്ന് വരുന്ന ഇത്രയും കാലത്തിൽ നമ്മൾ എപ്പോഴും പുരുഷാധിപത്യ സമൂഹമാണ്.
എന്തൊക്കെയാണ് നമ്മൾ വലിയ മാറ്റങ്ങളാണ്, നവോത്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ്. ആ സമൂഹത്തിൻ്റെ നേർചിത്രം തന്നെയാണ് സൈബർ ഇടങ്ങളിലും കാണുന്നത്. ആ പുരുഷന് എന്തും പറയാം സ്ത്രീകളെ, സ്ത്രീ പക്ഷേ ഇത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള ഒരു തരത്തിൽ. പക്ഷേ ഇപ്പോഴുള്ള ഒരു മാറ്റം എന്നുള്ളത് സ്ത്രീകളും ഇത്തരത്തിൽ സ്ത്രീകളെ വളരെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന സമയം ഒക്കെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എടുത്തു പറയേണ്ട നമ്മുടെ രേണു സുധി, കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ചില റീൽസ് ചെയ്യുന്നു. അതിനൊക്കെ അധിക്ഷേപവുമായി രംഗത്തെത്തുന്ന പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുമുണ്ട്. അത് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇന്നതായിരിക്കണം, അവൾ പുറത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തുറന്ന വേദിയിൽ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൾ കാണിക്കുന്ന, അവൾ ചെയ്യുന്ന പ്രവർത്തികൾ ഈ പരിധിക്കുള്ളിലായിരിക്കണം, ഈ പരിമിതിക്കുള്ളിലായിരിക്കണം. അതെ, ഈ പരിമിതിക്കുള്ളിലായിരിക്കണം എന്ന രീതിയിൽ ചില പരിധികൾ ഒരുപക്ഷേ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. എങ്കിൽ കൂടിയും പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്, ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും അതിരുവിട്ട രീതി അല്ലെങ്കിൽ എന്തും കൊണ്ട് തള്ളാവുന്ന ഒരിടമായി ഈ സൈബർ ഇടം അല്ലെങ്കിൽ സൈബർ വേദികൾ മാറുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഇത്തരം സൈബർ അറ്റാക്കിന് കാരണമായി തീരുന്നുണ്ടോ എന്ന്. ഒരുപക്ഷെ ഞാൻ രാവിലെ ഇഡ്ഡലി കഴിച്ചു, അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നടന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട്, ഇങ്ങനെ ഏറ്റവും ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ പോലും ഇത്തരം പരസ്യമായ ഓൺലൈൻ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലും ഒക്കെ കൊണ്ട് തള്ളുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഒരു പരിധി വരെ ഇതിന് പക്ഷെ അവിടെയും ചോദ്യമുണ്ട്, ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്തരം കമന്റുകളും അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങളും ഉണ്ടാകുമെന്ന ഒരു സ്വയം ബോധം ഇത് ചെയ്യുന്ന ഈ പരിധി വിട്ട് ഞാനിത് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലത് ഉണ്ടായേക്കാം എന്നൊരു സ്വയം ബോധം ഒരുപക്ഷെ എനിക്കുണ്ടായിരിക്കും. ഒന്നുകിൽ ഇത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കമന്റുകൾ വരട്ടെ, അല്ലെങ്കിൽ അതിന് ആ രീതിയിൽ ഉണ്ട് സ്വപ്ന. എന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ എത്തുന്നത് നമ്മുടെ റീച്ച് കൂട്ടുന്നു എന്നുള്ള ഒരു രീതി കഴിഞ്ഞ കുറെ കാലങ്ങളായി സൈബർ ലോകത്ത് കൂടുതൽ വ്യൂസ് കിട്ടുന്നു. നമുക്ക് ഇത് സാമ്പത്തികമായി കൂടി ഈ സൈബർ ലോകം എപ്പോഴും സാമ്പത്തികമായി കൂടി നേട്ടമുണ്ടാക്കുന്ന ഒരു മേഖലയാണല്ലോ സമൂഹ മാധ്യമങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ എത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ള ഒരു രീതിയുണ്ട്. അതുകൊണ്ട് സാരമില്ല, എൻ്റെ രീതിയിൽ നെഗറ്റീവ് കമന്റ്സ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ് ഒരു സൈഡിലാണ് അഖില അങ്ങനെ. അത് ഇപ്പോൾ രേണു സുധിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം വി ഡി സതീശനുമായി ഒപ്പം ചേർന്ന് മറ്റേ പ്രവാസി അസോസിയേഷൻ്റെ പ്രസിഡന്റ് അവർ അശ്വതി നമ്പാരത്ത് അവർ എടുത്ത ഒരു ഫോട്ടോയെ ആ വി എസിൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി വളരെ മോശമായ രീതിയിൽ അത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ല എങ്കിൽ കൂടിയും നല്ല രീതിയിലാണ് നമ്മളൊരു ക്ലിക്ക് എടുക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ഒരു ക്ലിക്ക് എടുക്കുന്നത് എങ്കിൽ കൂടിയും. അതുപോലെ തന്നെ ദിവ്യ എസ് അയ്യർ തൻ്റെ കുഞ്ഞിനെ എടുത്തു പറയേണ്ടതാണ്, കുഞ്ഞിനെ ഒരുക്കി വിടുന്ന അത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ ഒരുക്കി സ്കൂളിലേക്ക് വിടുന്ന ഫസ്റ്റ് ഡേ വിടുന്നത്. ഏതൊരു അമ്മയാണ് അത് സന്തോഷിക്കാൻ. അറിയോ, കെ എസ് ശബരിനാഥാണ് ആ പടം പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് കോൺഗ്രസിന്റെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് ഏറ്റവും അധികം വിമർശനം ഉണ്ടായത്. അമ്മയ്ക്ക് ഈ പ്രത്യേകിച്ചും ഈ ദിവ്യ എസ് അയ്യർ മുമ്പ് കുറച്ച് ഈ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ വലിയ സൈബർ ആക്രമണം നേരത്തെ ഒരുപാട് നേരിടുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലം കൂടി ചിലരൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പിന്നാലെ പോയി അല്ലെങ്കിൽ ആക്രമിച്ച് അല്ലെങ്കിൽ അതിനൊരു ഇടമുണ്ടാക്കി അതിന്റെ കമന്റ്സ് കണ്ട് അങ്ങനെ ഒരു രീതിയും പൊതുവെ വളർന്നു വരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വളരെ വ്യക്തമായി ആർക്കെതിരെയാണോ തോന്നുന്നത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാൻ, അവർക്ക് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു മേഖലയായി ഇത് വളർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്നത്. അഖില തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സംഭവമല്ല എന്ന് വേണം. അതിന് ഏറ്റവും ഉദാഹരണമാണ് നവ്യ നായർ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ട ഒരു ഫോട്ടോ. പക്ഷെ ആ ഫോട്ടോയിൽ കൂടുതൽ കമന്റ് ചെയ്ത് കൂടുതൽ സ്ത്രീകളൊക്കെ ധാരാളമുണ്ട്. സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി കൂടുതൽ എക്സ്പോസ് ചെയ്ത് പോസ്റ്റ് ഇടുന്നു. അത്തരത്തിൽ ഈ നവ്യ നായർ പോലെ ഒരു ആക്ട്രസിന് ഇനി സിനിമയിൽ കൂടുതൽ അവര് അങ്ങേയറ്റം മികച്ച ഒരു നടിയാണ്, പിന്നെ അവർ എന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരുടെ ഇഷ്ടമാണ്. ഒരു പരിധിക്കപ്പുറമുള്ള നമ്മൾ കാണാത്തത് കാണുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ വലിയ ക്യൂരിയോസിറ്റിയും അതിന് വലിയ കമൻസും ഒക്കെ വരുന്നത് എന്ന്. എത്രയോ സ്ത്രീകൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെയൊക്കെ ഇതുപോലെ ചിത്രങ്ങൾ കണ്ടാൽ വലിയ കമൻസ് ഒന്നും പറയാത്ത അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ നവ്യ അവർ കുറച്ചുകൂടി ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ്സാണ്, ഒരു സ്ത്രീയാണ് എന്നതുകൊണ്ട് തന്നെ എന്നാൽ 2 കമൻറ്റ് കൂടുതൽ ഇട്ടേക്കാം, എന്താണ് അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ
അങ്ങനെയൊക്കെ ചിന്തിച്ച്. പക്ഷെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതേ, ചിലർക്ക് ചില ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നവ്യ നായരെ മലയാളികൾക്ക് ഒരുപക്ഷെ വളരെ ശാലീന സുന്ദരിയായ ഒരു നായിക, മലയാളികളുടെ മനസ്സിൽ സ്ത്രീയുടെ സങ്കല്പത്തിനൊത്ത ഒരു നായികയായിട്ടൊക്കെയാണ് കണക്കാക്കിയിരുന്നത്. അവർ കുറച്ച് മോഡേൺ ആയി മാറുമ്പോൾ ആളുകൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ഇഷ്ടത്തിനപ്പുറം എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെതായ ഒരു സ്വാതന്ത്ര്യം, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ അവനവൻ എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണമെന്ന് ചിന്തിക്കേണ്ടത് അവനവൻ തന്നെയാണ്. പക്ഷെ അവിടെയും ഞാനൊരു വാക്ക് അടിവരയിട്ട് പോകുന്നു. എന്താണ് ഈ നമുക്ക് കാണാൻ ഒരു വൾഗാരിറ്റി എന്ന ലെവലിലേക്ക് പോകാത്തിടത്തോളം ഇതിനെയൊക്കെ ആ രീതിയിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വൾഗാരിറ്റി എന്ന ലെവലിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വന്ന് ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യാമെന്ന് പറയാതെ പറയുന്ന ഒരു രീതിയും കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം തന്നെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കൃഷ്ണകുമാറിൻ്റെയും ദിയ കൃഷ്ണകുമാറിൻ്റെയും ഒരു ഇഷ്യൂ ഉണ്ടായി. അഖില ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീക്കെതിരെ എങ്ങനെ ഈ ഒരു സൈബറിടം അല്ലെങ്കിൽ ഇതിനെ ഒരു ആക്രമണത്തിനുള്ള ഒരു വേദിയാക്കുന്നു എന്നുള്ളതിന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഒരു പക്ഷേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ കേസൊക്കെ ഉണ്ടായി, ഇതിൻ്റെ ക്ലാരിറ്റി എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് ആരുടെയും പക്ഷം പിടിക്കാനൊന്നുമില്ല. പക്ഷേ ഇതിൽ 3 വനിതാ ജീവനക്കാർ അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തില്ല എങ്കിൽ ഞങ്ങളെ സോഷ്യൽ മീഡിയകളിലൂടെ അപമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ചിത്രങ്ങളും മറ്റേ വേറെ രീതി ഉപയോഗം, അല്ലെങ്കിൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതിനെ പുറത്തിറങ്ങും, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കും. അപ്പോൾ അതൊരു വലിയ പേടിയായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കപ്പെടുക. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വപ്ന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. നമ്മുടെ തിരുവനന്തപുരത്ത് കിളിമാനൂരിലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകനെയും ഒരു വിദ്യാർത്ഥിയെയും ചേർത്ത് മറ്റൊരു അധ്യാപിക ഒരു കഥയുണ്ടാക്കുന്നു. അത് ഈ അവരുടെ തന്നെ സമൂഹ മാധ്യമ പേജിലൂടെ അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നു. സ്കൂളിലെത്തി പഠിക്കാൻ കഴിയാതെ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് പഠനം നിർത്തേണ്ടി വരുന്ന സാഹചര്യം. അവിടെയും നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, സ്ത്രീ തന്നെയാണ്, അമ്മയാണ്. നമ്മളെപ്പോഴും അധ്യാപകരെ നമ്മുടെ അമ്മമാർക്ക് സമമായിട്ടല്ലേ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ ഒരു സ്ത്രീയാണ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു അപവാദ കഥ പറഞ്ഞുണ്ടാക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം മുൻപും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ വാശി തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കുറ്റക്കാരെന്ന് തോന്നുന്നവരെല്ലാം നമ്മൾ ആക്രമിക്കാറുണ്ട്. പക്ഷേ അതിന് സോഷ്യൽ മീഡിയ പോലെ ഒരു ഇടം നമ്മൾ സൈബറിടം തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വ്യാപ്തി, ബുദ്ധിമുട്ട്. ഒന്നുകിൽ ആരാണോ ഇത് നേരിടുന്നത് അവരെ മരണത്തിലേക്ക് കൊണ്ട് തള്ളുക, അല്ലെങ്കിൽ മനസ്സിന് ബലമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ കുട്ടി ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് പോയി സ്കൂൾ വിട്ടു പോവുക എന്നതിനപ്പുറം അങ്ങനെ എത്രയോ കേസുകളുണ്ട്. മരണത്തിലേക്ക് സൈബറിടങ്ങളിലെ ഇത്തരം ആക്രമണങ്ങൾ കാരണം മരണത്തിലേക്ക് വരെ ചെന്നെത്തിയ ഒരുപാട് കേസുകൾ നമുക്ക് അതിൻ്റെ ഒരു റേറ്റ് കൂടി വരും. കാരണം കൂടുതലായി നമ്മൾ എത്രത്തോളം സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നുവോ അത്രത്തോളം ഇത്തരം കേസുകളുടെ എണ്ണവും കൂടി വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 36% സ്ത്രീകൾ ഈ സൈബർ സ്റ്റോക്കിങ്ങിന് ഇരയാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ ഈ 2020 ഒരു കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ സൈബർ കേസുകൾ, അതായത് എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെ മാത്രമല്ല അല്ലാതെ തന്നെ സൈബർ കേസുകൾ 500-നൊക്കെ താഴെയായിരുന്നു, 426 അങ്ങനെ ഒരു കണക്കിലായിരുന്നു. പക്ഷേ ഓരോ വർഷവും കഴിയുന്തോറും ഇത് ഇരട്ടിയോ അതിലിരട്ടിയോ ആകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കൂടുതൽ ആളുകൾ ഈ ഒരു സ്പേസിലേക്ക് എത്തുന്നു എന്നത് ഒരു പ്രധാന കാരണം തന്നെയാണ്. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൊക്കെ കൂടുതൽ അവസരങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു തെറ്റ് ഒരാണും ഒരു പെണ്ണും ചെയ്താൽ അതിൽ പെണ്ണിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ സ്ത്രീയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത്തരം ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും വളരെ കൃത്യമായ അല്ലെങ്കിൽ കർശനമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷാ നടപടി നേരിട്ട ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാനായി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ തന്നെ മാധ്യമ ലോകത്ത് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നേരിട്ട സ്ത്രീകൾ ധാരാളമുണ്ട്. ആ സ്ത്രീകൾ പലപ്പോഴും കേസ് കൊടുത്തിട്ടുണ്ട്. പലതവണ ഇവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മീൻസ് ഇവരുടെ തെളിവെടുക്കാനായി ഇവരെ വിളിച്ചു വരുത്തുന്നു, ഇവരോട് കാര്യങ്ങൾ വിശദമായി പോലീസ് ചോദിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നതായി നമുക്കറിയില്ല. അത് നമ്മൾ കുറച്ചും കൂടി അതിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടി മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കർശനമായ നടപടികൾ പോയാൽ അല്ലെങ്കിൽ ഒരു 2 മുതൽ അല്ലെങ്കിൽ ഒരു 7 വർഷം വരെ ഇതിൻ്റെ ഒരു വ്യാപ്തി അനുസരിച്ച് ആ കേസുകൾ അതിനപ്പുറം അകത്തുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്ക് നീങ്ങുന്നു. പക്ഷേ ഇതിലും പലപ്പോഴും ഇത് കോടതിയിൽ എത്തുകയോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്യുന്നില്ല എന്നത് ഇവരുടെ ഒരു സ്വാതന്ത്ര്യം കൂടുതലായി വർദ്ധിപ്പിക്കുകയാണ്. എനിക്കൊന്നും സംഭവിക്കാനില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തീർക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും കൂടി ഈ സൈബറിന്
എനിക്കിഷ്ടമുള്ളതെന്തും പറയാനുള്ള ഒരു മേഖലയാണ്, അതിനുള്ള അവകാശം നമുക്കുണ്ട് എന്നൊക്കെ രീതിയിൽ വളരെ തെറ്റിദ്ധാരണാജനകമായ ചില ചിന്തകൾ നമ്മുടെ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൃത്യമായ ഇടപെടൽ ഇതിലുണ്ടാകണം. പലപ്പോഴും ഇതിൽ തെളിവുകളില്ല, അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും എന്നുള്ള രീതി, അത് എന്നെ പറയുന്നതിൻ്റെ 10 ഇരട്ടി അപ്പുറത്തേക്ക് പറയാനുള്ള രീതിയിലേക്ക് നമ്മുടെ ആളുകൾ മാറിയിട്ടുണ്ട്. ഞാനാണെങ്കിലും ഇപ്പൊ സ്വപ്നയാണെങ്കിലും അങ്ങനെയാണ്. നമ്മളെ ഒരാൾ ആക്രമിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? തിരിച്ചു മറുപടി പറയാനാണ് ശ്രമിക്കുക. പക്ഷേ നമ്മുടെ ഈ വിദഗ്ധരൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ മറുപടി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇത്തരത്തിൽ നമുക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ തീർച്ചയായും നിയമ സംവിധാനവുമായി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകണം. പക്ഷെ അവിടെയും നമ്മുടെ നിയമ സംവിധാനം ഇനിയും കുറെ മാറേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് വലിയ പരിഷ്കാരങ്ങൾ. സ്ത്രീയെ പ്രത്യക്ഷത്തിൽ ആക്രമിച്ചാൽ ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടികളാണോ സ്വീകരിക്കാൻ സാധിക്കുക, അതേ തരത്തിൽ അത് സൈബർ രീതിയിലാണെങ്കിലും അവരെ മാനസികമായും വൈകാരികമായും ആക്രമിച്ചാൽ ഈ രീതിയിൽ ശിക്ഷാ നടപടിക്ക് വിധേയമാകുമെന്ന തലത്തിലേക്ക് ഈ ശിക്ഷാ നടപടികൾ എത്തേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളെ സമൂഹം എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇത് സാധാരണ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പിക്ചർ ഇടുകയോ അല്ലെങ്കിൽ കുടുംബത്തോടുള്ള ഒരു പിക്ചർ ഇടുകയോ അത്തരത്തിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ അതിന് മോശം കമൻ്റ് ഇടുന്ന ആ ഒരു തലത്തിലേക്കല്ല ചിന്തിക്കുന്നത്. കുറച്ചുകൂടി ഉയർന്ന പടിയിൽ വൾഗറായ രീതിയിൽ കമൻ്റ് ഇട്ടുപോകുന്ന രീതിയിൽ ചില ചിത്രങ്ങളും, പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ പരിധിയോ പരിമിതിയോ അതൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. വിവേക ബുദ്ധിയോടുകൂടി സൈബർ ഇടങ്ങളിൽ പെരുമാറുക എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്. സൈബർ ഇടങ്ങളിൽ നമ്മൾ ഇറങ്ങിപ്പോവുക എന്നതല്ല വേണ്ടത്. ശരിക്കും നമ്മൾ അതിനെതിരെ പരിമിതി ആർക്ക് വേണമെങ്കിലും നമ്മുടെ പരിമിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല. നിയമ സംവിധാനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഏറ്റവും വിവേകത്തോടു കൂടിയും ഒരു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു തിരിച്ചറിവോടും കൂടി ഈ സൈബർ ഇടങ്ങളിൽ ഇടപെടുകയും വേണം. നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പറയുന്ന പോലെ 1000 കുടങ്ങളുടെ വാ മൂടിക്കെട്ടാം, പക്ഷെ ഒരു മനുഷ്യൻ്റെ വാക്കുകളെയോ ചിന്തകളെയോ നമുക്ക് നല്ലതായാലും മോശമായാലും മൂടിക്കെട്ടാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. പക്ഷേ നമ്മുടെ അവകാശങ്ങൾ വലിച്ചെറിഞ്ഞ് സൈബർ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും അഭികാമ്യമല്ല. പരിധിയും പരിമിതിയുമൊക്കെ എന്തും ക്ഷണിച്ചു വരുത്തും എന്നതൊക്കെ വിവേകത്തോടെ തിരിച്ചറിഞ്ഞ് ഇത്തരം സൈബർ ഇടങ്ങളിൽ ഉറച്ചു നിന്ന് നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്.